നന്മ നിറഞ്ഞ ജന്മം. മദർ തെരേസ, അഗതികളുടെ അമ്മ. കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനാഥ ശിശുക്കളുടെ ദീനരോദനത്തിന് കാതോർക്കാൻ, തെരുവിലെ കുഷ്ഠരോഗികളുടെ പുഴുവും ചലവുമൊലിക്കുന്ന വ്രണങ്ങൾ കഴുകി ആശ്വാസത്തിൻ്റെ അമൃത് പുരട്ടാൻ, യുദ്ധവും കലാപവും വറുതിയും ദാരിദ്ര്യവും ഭീതി വിതച്ച നാടുകളിലേക്ക് സാന്ത്വനവുമായി ഓടിയെത്താൻ ജീവിതം നീക്കിവെച്ച നിത്യകന്യകയായ ഒരമ്മ, മദർ തെരേസ. കാണുന്നവരിലൊക്കെ ക്രിസ്തുവിനെ ദർശിക്കാൻ, കാണുന്നവർക്കെല്ലാം ക്രിസ്തുവായിരിക്കാൻ വിശ്രമമറിയാതെ ജീവിതം നീക്കിവെച്ച ത്യാഗസ്വരൂപിണി. ആഗ്നസ് എന്ന പേരിൽ 1910 ഓഗസ്റ്റ് 26 അൽബേനിയയിൽ ജനിച്ചു. പഴയ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായ സ്കോപ്ജയിൽ എന്ന സ്ഥലത്ത്, ഇന്നത്തെ യൂഗോസ്ലാവിയയിൽ. മുഴുവൻ പേര് ആഗ്നസ് ഗോൺസാബോയാസ് ശ്യാം, നിക്കോളാസ് പിതാവ്, വെനീസുകാരിയായ ഡ്രാന മാതാവ്, ഏജ് ചേച്ചിയും ലാസർ ചേട്ടൻ. ആഗ്നസിന് 18 വയസ്സുള്ളപ്പോൾ ലൊറേറ്റോ സന്യാസിനി സഭയിൽ മിഷനറിയാകാനുള്ള ആഗ്രഹത്താൽ ചേർന്നു. 1929 നോവിഷ്യേറ്റ് പഠനത്തിനായി ഭാരതത്തിലെത്തി. 1931 മെയ് 24 അവർ തൻ്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തി. മിഷൻ മധ്യസ്ഥയായ ലിസുവിലെ വിശുദ്ധ തെരേസയെ തൻ്റെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ചുകൊണ്ട് ആഗ്നസ് തെരേസ എന്ന പേര് സ്വീകരിച്ചു. 1937 മെയ് 24 തെരേസ നിത്യവ്രത വാഗ്ദാനം നടത്തി. 1950 ഒക്ടോബർ 7 ഉപവിയുടെ സഹോദരിമാർ എന്ന സന്യാസി സമൂഹത്തിന് രൂപം നൽകി. 1997 സെപ്റ്റംബർ 5 ഇഹലോകവാസം വെടിഞ്ഞ് അമ്മ നിത്യതയിൽ ലയിച്ചു. ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മദർ തെരേസയുടെ നാമകരണ നടപടികളും പെട്ടെന്നായിരുന്നു. 2003 ഒക്ടോബർ 10 ജോൺ പോൾ II മാർപ്പാപ്പ അമ്മയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. മദർ തെരേസയുടെ പുണ്യസുരഭിലമായ ജീവിതത്തിലെ ഒരേട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ ജന്മം. ഏതോ ഒരുത്തി പിഴച്ചു വെച്ചിട്ട് കൊണ്ടെറിഞ്ഞിരിക്കുക ഒരു ചോരക്കുഞ്ഞിനെ. വളർത്താൻ പറ്റാത്തവർ സൃഷ്ടിക്കരുത്. ആ കുഞ്ഞൊരു വികലാംഗയാണ്. കണ്ടോ, 2 കാലുകളും 2 കൈകളും പിറകോട്ട് തിരിഞ്ഞിരിക്കുന്നത്. ശരിയാണ്, അതിന് ഉറുമ്പരിക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ പട്ടി അടിച്ചു കൊണ്ടുപോയനെ. വാസ്തവത്തിൽ ഇതിനെയൊക്കെ പട്ടി തിന്നുന്ന ഭേദം. വളർന്നു വന്നാൽ ലോകത്തിന് ശല്യമാ. അതീ കിടപ്പ് കിടന്ന വളരെ വൈകാതെ ചത്തുപോകും. ആലോചിച്ച് നോക്കിയാൽ വളരെ കഷ്ടം തന്നെയാണ് ഈ നാടിന്റെ സ്ഥിതി. യുദ്ധം, കൊടും പട്ടിണി, വർഗീയ കലാപം, മഹാദാരിദ്ര്യം. എനിക്ക് ആ കിടക്കുന്ന മനുഷ്യ കുഞ്ഞിനോട് അല്പം സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. എന്നാ പിന്നെ നിങ്ങളെടുത്തുകൊണ്ടുപോയി വളർത്ത് ആ കുഞ്ഞിനെ. കൊള്ളാം, നല്ല കാര്യമായി. ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ ചോദിക്കും, എന്നാ അവളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്ന്. ഈ കുഞ്ഞിനെ പ്രസവിച്ച നിങ്ങളുടെ 2ാം ഭാര്യയെ. വിശപ്പാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയുള്ള നാട്ടിൽ കുഞ്ഞുങ്ങൾ എങ്ങനെ വളരും? ദേ, ആ അമ്മ വരുന്നുണ്ട്. അതാരാ? അവരാണ് അൽബേനിയയിൽ നിന്ന് ഇവിടെ വന്ന ഭാരതത്തിന്റെ അമ്മ, മദർ തെരേസ. ഓ, ആ പുണ്യവതി ഇവരാണല്ലേ. ദൈവവിളി കേട്ട് വരികയായിരിക്കും. ആ അനാഥ കുഞ്ഞ് ഇവിടെ കിടപ്പുണ്ടെന്ന ദൈവവിളി അവർക്കുണ്ടായിട്ടുണ്ട്. ഈ അനാഥരെയൊക്കെ അവർ എവിടെ കൊണ്ടുപോകും? നിർമ്മൽ ഹൃദയ് എന്ന പേരിൽ അമ്മയ്ക്ക് ഒരു അനാഥശാലയുണ്ട്. ഇവർ കന്യാസ്ത്രീ ആയിട്ട് വന്നതാണ്. പിന്നെ അധ്യാപികയും കൂടിയാണ്. ചേരികളിലെ പാവങ്ങളുടെ കുഞ്ഞുങ്ങളെയാ പഠിപ്പിച്ചിരുന്നത്. കുറേ നാളായി അനാഥാലയവും ചികിത്സാലയവും തുടങ്ങി. ഇവർ ഇവിടെ വന്നത് ക്രിസ്തുമതം കെട്ടിപ്പടുക്കുവാനും മതപരിവർത്തനം നടത്തുവാനുമാണെന്ന് ഒരു കിംവദന്തി ഉണ്ടല്ലോ.
ആ, നല്ല കാര്യം ചെയ്യുന്നവർക്കെതിരെ നമ്മുടെ ആളുകൾ ചെളിവാരി എറിയാറുണ്ടല്ലോ. ഇക്കാര്യം അങ്ങനെ തന്നെയാണ്. മദർ തെരേസ ഉപവി എന്ന പേരിൽ സന്യാസിനി സമൂഹത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും മദർ തെരേസ പാവങ്ങളുടെ അമ്മയാണ്, ഒരു സംശയമില്ല. കുരിശിന്റെ ദാരിദ്ര്യത്താൽ നിലീനയും സ്വതന്ത്രയുമായ ഒരു കന്യാസ്ത്രീയായിരിക്കാനാണ് ദൈവം എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദൈവമേ, എൻ്റെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള നിന്റെ തീരുമാനം എന്താണോ അത് ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഒരു തുള്ളി കണ്ണുനീര് പോലും ചൊരിയാതെ എനിക്കതിനുള്ള കരുത്ത് നൽകിയാലും അമ്മ, ദൈവമേ, എന്നെ ഒന്ന് കൊന്നു തരാമോ? ഓ, ഈ വേദന എനിക്ക് സഹിക്കാൻ വയ്യാതായിരിക്കുന്നു. മകനെ, വേണ്ട വേണ്ട, എന്നെ തുടരുത്. ഞാനൊരു കുഷ്ഠരോഗിയാണ്. ശരീരം മുഴുവൻ ചോരയും ചലവും വ്രണങ്ങളും പഴുപ്പുമാണ്. അവയവങ്ങൾ ഓരോന്നോരോന്നായി അടർന്നു പോയിക്കൊണ്ടിരിക്കുക. വേണ്ട, എന്നെ തുടരുത്. തൊടുന്നവർക്ക് നാറും. ഇല്ല മോനെ, നീ ഭയപ്പെടാതിരിക്കൂ, കരയാതിരിക്കൂ. നിന്നെ ഞാൻ കൊണ്ടുപോകും, ആശ്വസിപ്പിക്കും, ചികിത്സിക്കും. നിന്റെ രോഗം ഞാൻ മാറ്റും. നീ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. നിനക്ക് എഴുന്നേൽക്കാനോ നടക്കാനോ കഴിയുമോ? ഇല്ല, എനിക്ക് വയ്യ. എങ്കിൽ നിന്നെ ഞാൻ എടുത്തുകൊണ്ട് പോകാം. വാഹനം അപ്പുറത്ത് കിടപ്പുണ്ട്, അതിങ്ങോട്ട് കയറില്ല. ഇതൊന്നും ചെയ്യാൻ ഞാൻ ആരുമല്ല. യാതനകളുടെ മഹാസമുദ്രത്തിലേക്ക് ഇറ്റുവീഴുന്ന ഒരു തുള്ളി ജലത്തിന്റെ പ്രസക്തി മാത്രമേ എനിക്കുള്ളൂ. എങ്കിലും ആ ഒരു തുള്ളിയുടെ കുറവ് സമുദ്രത്തെ എത്ര തന്നെ ദരിദ്രമാക്കുകയില്ല. ഇതിലെന്താണ് തെറ്റ്? മദർ ചെയ്യുന്നത് വലിയ സേവനമല്ലേ? ഭാരതീയരെന്നും മഹത്തായ സംസ്കാര പൈതൃകമുള്ളവരെന്നും ഊറ്റം കൊള്ളുന്ന നമ്മളിൽ ആരെങ്കിലും ഇത്തരമൊരു ത്യാഗത്തിന് തയ്യാറാകുമോ? ഇത് ത്യാഗവുമല്ല, സേവനവുമല്ല. ഇതിന്റെ പിന്നിൽ വർഗീയതയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതൊരു നല്ല കാര്യത്തിനും എന്ന പോലെ ഇതിനെതിരെയും പരാതികൾ ഉയർന്നിരിക്കുന്നത് സ്വാഭാവികമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ തയ്യാറില്ല. ഇത് വെറും പരാതിയല്ല, സത്യമാണ്. എന്ത് സത്യം? നമ്മുടെ സർക്കാർ ആശുപത്രികളൊന്നും ആസന്ന മരണരെ സ്വീകരിക്കുന്നില്ല. മരണത്തോട് മല്ലടിക്കുന്ന രോഗികൾക്ക് ചികിത്സ നൽകുന്നില്ല. അവർ തെരുവിൽ കിടന്നോ ചേരികളിൽ കിടന്നോ ചാകുന്നു. ദരിദ്രരായ മനുഷ്യർ തെരുവു നായ്ക്കളേക്കാൾ കഷ്ടമായി മരിക്കുന്നു. ഈ അവസ്ഥയിലാണ് മദർ തെരേസ അഗതികൾക്കും ആലംബഹീനർക്കും നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി ഒരു ആശുപത്രി തുറന്നത്. അതൊരു പുണ്യപ്രവൃത്തിയല്ലേ? ആ പുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഹിന്ദുക്കളുടെ കാളിക്ഷേത്രമായ ധർമ്മശാലയിലല്ല. ഓ, ഹിന്ദു രക്തത്തിന് പുണ്യപ്രവർത്തികളുടെ അയിത്തമായിരിക്കും. എടോ ബാനർജി, ഞാനും ഒരു ഹിന്ദുവാടോ. ദേ, ഹിന്ദുമതത്തെ തൊട്ട് കളിക്കരുത്. ഹിന്ദുമതമെന്ന് പറയുന്നത് ഒരു മതമല്ല ബാനർജി, അതൊരു സംസ്കാരമാണ്. 10,000-കണക്കിന് പ്രമാണഘട്ടങ്ങളുള്ള ഒരു സംസ്കാരം. ആ സംസ്കാരമുള്ളവരുടെ ഹൃദയം വിശാലമാണ്, നെഞ്ചു വിരിഞ്ഞതും. മിത്ര, എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ഈ മദർ വന്നിരിക്കുന്നത് മതപരിവർത്തനം നടത്താനാണ്. അവർ ക്രിസ്ത്യാനിയാണ്. മദർ തെരേസയെക്കുറിച്ച് മാത്രം താങ്കൾ അങ്ങനെ പറയരുത്. അത് ഭാരത ജനത സമ്മതിച്ചെന്ന് വരില്ല. എല്ലാ യാത്രകളുടെയും അവസാനം
ഇന്ദ്രിയങ്ങൾ 5 തകർന്നു വീഴുമ്പോൾ നിരാധാരമായ മനുഷ്യജന്മങ്ങൾക്ക് അന്തസ്സോടെ വീണു മരിക്കാൻ ഒരിടം, അതാണ് മദർ തെരേസ അവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. അവിടെ മതപരിവർത്തനം തന്നെയാണ് നടക്കുന്നത്, തർക്കമില്ല. പ്രാണൻ വെടിയുന്ന ഹിന്ദുവിൻ്റെ അധരങ്ങളിലേക്ക് ഗംഗാജലം ഇറ്റിച്ചുകൊണ്ട്, മുസൽമാന്റെ ചെവികളിൽ ഖുറാനിലെ വരികൾ ഓതിക്കൊടുത്തുകൊണ്ട്, ക്രിസ്ത്യാനിയെ വിശുദ്ധ ബൈബിളിലെ വചനങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ പാവം മനുഷ്യരെ മനോഹരമായ ഒരു മരണത്തിന് സജ്ജമാക്കുന്ന കർമ്മത്തിനാണോ മതപരിവർത്തനം എന്ന് പറയുന്നത്? എന്തായാലും ഇത് ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. കാളിഘട്ടിലെ ആ കാളിക്ഷേത്രവും ഈ ധർമ്മശാലയും ഹിന്ദുക്കളുടെ സ്വന്തമാണ്. നിങ്ങൾക്കറിയാമോ, യമദേവൻ തന്റെ വാഹനമായ പോത്തിന്റെ പുറത്ത് കയറി രാത്രികാലങ്ങളിൽ സഞ്ചരിക്കുന്നതായി ഇവിടെയുള്ള മനുഷ്യർ സ്വപ്നം കാണുന്നു. യമദേവനാര്? പോത്ത് കച്ചവടക്കാരനോ? ആക്ഷേപിക്കരുത്. രാത്രികാലങ്ങളിൽ യക്ഷിക്കഥകളിലേതുപോലെ കൂമന്മാർ ഇവിടെ കൂവുന്നു. ഇത്രയും ബാലിശമായ വാക്കുകൾക്ക് ഞാൻ എങ്ങനെയാ മറുപടി പറയുക? താങ്കൾ മറുപടി പറയണ്ട. ഞങ്ങൾ ധർമ്മശാലയിൽ നിന്ന് ആതുരാലയം മാറ്റണമെന്ന് അഭ്യർത്ഥിച്ച് പോലീസ് കമ്മീഷണർക്കും മുനിസിപ്പാലിറ്റിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അവർ ഇപ്പോൾ ഇവിടെ വരും. നല്ല കാര്യം. ഏത് മഹനീയ സംരംഭങ്ങൾക്കെതിരെയും വാളെടുക്കുന്ന മഹോന്നതന്മാരുടെ നാടാണല്ലോ ഭാരതം. പക്ഷേ ബാനർജി, ഇത് കൽക്കത്തയാണ്, പശ്ചിമ ബംഗാൾ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും രാജാറാം മോഹൻ റോയിയുടെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും ജന്മഭൂമി. ആ പ്രതിഭാശാലികളായ യുഗപുരുഷന്മാരുടെ പിൻതലമുറക്കാർ പുഴുത്ത നായ്ക്കളെ പോലെ തെരുവിൽ കിടന്ന് മരിക്കരുത് എന്ന പ്രതിജ്ഞയോടെയാണ് ആ പുണ്യവനിത നിർമ്മൽ ഹൃദയത്തിന് രൂപം നൽകിയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കതിൻ്റെ മഹത്വം മനസ്സിലായെന്ന് വരില്ല, എന്നാൽ കാലം അത് മറക്കുകയില്ല. എന്താണ് ധർമ്മശാലയിൽ ഒരു ആൾക്കൂട്ടം? ക്ഷേത്രത്തിനടുത്തുള്ള ഈ കന്യാസ്ത്രീകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ഞങ്ങൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാമെന്ന പോലീസ് ഓഫീസറാണ് ഞാൻ. ഇത് മുനിസിപ്പൽ കൗൺസിൽ നിയോഗിച്ച മെഡിക്കൽ ഓഫീസർ. മദർ തെരേസയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഞങ്ങളൊന്ന് പഠിക്കട്ടെ, അതിനുശേഷം തീരുമാനം അറിയിക്കാം. കരയരുത്, പ്രാർത്ഥിക്കൂ. ദൈവം വിടുതൽ തരും. നമ്മൾ ആരും ഒന്നുമല്ല, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത് ദൈവമാണ്. ഈ വ്രണങ്ങളിൽ പുഴുക്കളുണ്ട്. അവയെ നീക്കം ചെയ്യുമ്പോൾ വേദന മാറും, ആശ്വാസവും കിട്ടും. ഇനി ഈ മരുന്നുകൂടി പുരട്ടുമ്പോൾ പരിപൂർണമായ ആശ്വാസം കിട്ടും. വേദന നിശ്ചയമായും മാറും. വന്നിട്ട് അധിക നേരമായോ? ഇല്ല മദർ. ആരൊക്കെയാണെന്ന് ഒന്ന് പരിചയപ്പെടുത്തുമോ? ഞാനിവിടുത്തെ പോലീസ് കമ്മീഷണറാണ്. ഇദ്ദേഹം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഹമ്മദ്. എന്റെ പേരിൽ പരാതി പോയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഇരിക്കൂ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വിശദമായി പറയാം. വേണ്ട മദർ. അല്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ സത്യസ്ഥിതി അറിയണ്ടേ? വേണ്ട മദർ, ഞങ്ങളോട് മദർ ഒന്നും പറയണമെന്നില്ല. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. കേൾക്കൂ, ജനനം കൊണ്ട് ഞാൻ അൽബേനിയക്കാരിയാണ്. പൗരത്വത്തിൽ ഞാനൊരു ഇന്ത്യക്കാരി. വിശ്വാസം കൊണ്ട് കത്തോലിക്കയായ കന്യാസ്ത്രീ. ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിലോ ഈ ലോകം മുഴുവനു വേണ്ടിയും. എന്റെ ഹൃദയത്തിലാകട്ടെ ക്രിസ്തുവിന്റെ നിറസ്നേഹവും. എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ പരിചരിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ട്, വിശക്കുന്നവനായും രോഗിയായും കാരാഗ്രഹവാസിയായും എനിക്ക് മുന്നിലെത്തുന്ന ഓരോ മനുഷ്യനിലും ഞാൻ പീഡിതനായ യേശുവിനെ കാണുന്നു. നീ ഇവർക്ക് വേണ്ടി ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. അതും കർത്താവ് തന്നെയാണ് പറഞ്ഞത്. വിളവധികം, എന്നാ വേലക്കാരോ ചുരുക്കം.
എന്ന് ഖേദിച്ചവന്റെ ലോകത്തിന്റെ അതിരുകളോളം പരന്നു കിടക്കുന്ന വയലേലുകളിലേക്ക് വിതയ്ക്കും കൊയ്ത്തിനുമായി ഇറങ്ങിത്തിരിച്ച ഒരെളിയ കന്യാസ്ത്രീയാണ് ഞാൻ. ഭാരതീയ സംസ്കാരത്തിന്റെ നിറഞ്ഞ ഹൃദയങ്ങളെ ഞാൻ ആദരിക്കുന്നു. മതപരിവർത്തനം എന്റെ ജോലിയല്ല. മദർ, ഈ വലിയ അമ്മയെ ഭാരതം ആദരിക്കുന്നു. അതിന് സംശയം വേണ്ട. അമ്മയുടെ വിശദീകരണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അമ്മ അഗതികളുടെ അമ്മ, ഭാരതത്തിന്റെ മാത്രം അമ്മയല്ല, ലോകത്തിന്റെ അമ്മയാണ്. എല്ലാവർക്കും ഇങ്ങോട്ട് കയറി വരാം. നിങ്ങൾ തന്ന പരാതി അനുസരിച്ച് ഈ അമ്മയെ ഇവിടെ നിന്ന് ഇറക്കിവിടാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം, അതിനു മുമ്പ് നിങ്ങളുടെ അമ്മയോ ഭാര്യയോ പെങ്ങളോ ഇവിടെ വന്ന് ഈ അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏറ്റെടുക്കുമെങ്കിൽ മാത്രം. അമ്മേ, ഈ നിർമ്മല ഹൃദയത്തിൽ വെച്ച് അമ്മയുടെ നിറഞ്ഞ ഹൃദയത്തിന് മുന്നിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ദൈവത്തിനു വേണ്ടി മനോഹരമായത് എന്തെങ്കിലും ചെയ്യാനിറങ്ങിയ അവിടുത്തെ ഈ വലിയ മനസ്സിന് മുമ്പിൽ ഭാരതം ഒന്നടങ്കം നമിക്കുന്നു. വീണ്ടുകീറിയ ആ പാദങ്ങൾ സഞ്ചരിച്ചു തീർത്തത് ഭൂമിയിലാർക്കും നടന്നു തീർക്കാനാവാത്ത ദൂരങ്ങളായിരുന്നു. ജരകൾ വീട് ചുക്കിച്ചുളഞ്ഞ ആ കണ്ണുകൾ കണ്ടതെല്ലാം കണ്ണീരിൻ്റെയും വേദനയുടെയും സഹനത്തിൻ്റെയും കാഴ്ചകളായിരുന്നു. ആ ശരീരം അകത്തോട്ടൽപ്പം കൂനിപ്പോയത് അവർ ചുമലിലേറ്റിയ ഭാരങ്ങൾ നിമിത്തമായിരുന്നു. കുപ്പക്കുഴിയിൽ നിന്ന് വീണ്ടെടുപ്പിലൂടെ സനാഥത്വത്തിലേക്ക്, അവഗണനയുടെയും വേദനയുടെയും ആഴങ്ങളിൽ നിന്ന് പ്രത്യാശയുള്ള പുനർജന്മത്തിലേക്ക്, അമ്മയുപേക്ഷിച്ച ഗർഭപാത്രത്തിൽ നിന്ന് ജീവന്റെ സമൃദ്ധിയിലേക്ക്. ആരാണ് എന്റെ സ്വർഗ കവാടത്തിൽ നിൽക്കുന്നത്? ഞാനാണ് തെരേസ. പത്രോസ്, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത്? എന്നെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നില്ലേ? ഇല്ല, നിനക്ക് ഇങ്ങോട്ട് വരാറായിട്ടില്ല. അല്ലെങ്കിൽ തന്നെ തെരേസ, നിന്നെ ഇവിടെ സ്വീകരിക്കുകയുമില്ല. അതെന്താ? സ്വർഗത്തിൽ പാവങ്ങളാരുമില്ല തെരേസ. ഇവിടെ കിടന്നാൽ നിനക്ക് സ്വസ്ഥതയുണ്ടാവില്ല. അതുകൊണ്ട് നീ മടങ്ങിപ്പോകൂ. ഇല്ല, ഞാൻ മടങ്ങിപ്പോകില്ല. എന്റെ പാവങ്ങളെ കൊണ്ട് സ്വർഗം നിറയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. മദർ, 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 എന്താണ് മദർ? ഡോക്ടറെ വിളിപ്പിക്കട്ടെ? ഞാൻ മരിച്ചില്ലേ? പത്രോസ്ലീഹ എന്നെ പറഞ്ഞയച്ചു. ഇതാ വെള്ളം, കുടിക്കും മദർ. ഞാൻ എല്ലാവരെയും വിട്ട് യാത്രയായതായി സ്വപ്നം കണ്ടു സിസ്റ്റർ. മദർ വേണ്ടാത്തൊക്കെ ചിന്തിച്ചു കിടന്നു. അതായിരിക്കണം ഇങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണുന്നത്. അതല്ല, എനിക്കിവിടം വിട്ടു പോകേണ്ട സമയമായി. എന്റെ മനസ്സങ്ങനെ പറയുന്നു. ശാരീരികമായ അവശതകൾ പെരുകുകയാണ് സിസ്റ്റർ. വയ്യാതായിരിക്കുന്നു. അതുകൊണ്ട് മിഷണറി ഓഫ് ചാരിറ്റിയുടെ നേതൃത്വ പദവിയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഞാൻ ആലോചിക്കുന്നു. എന്തു പറയുന്നു? സിസ്റ്റർ നിർമ്മലയുടെയും സിസ്റ്റർ ആഗനസിന്റെയും അഭിപ്രായം എന്താണ്? വ്യക്തിപരമായി ഞാൻ അതിനെതിരാണ്. സിസ്റ്റർ ആഗനസ്? ഞാനും അതിനെതിരാണ്. അമ്മ ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് തൽക്കാലം ഒരു പിൻഗാമി വേണ്ട. ഞാൻ സ്വതന്ത്രയാകാൻ തീരുമാനിച്ചാലും നിങ്ങൾ ആ തീരുമാനത്തിനെതിരാണ്. അത് ദൈവത്തിന് തീരുമാനമാണ് മദർ. അതെ,
ദൈവത്തിന്റെ തീരുമാനം. ആ തീരുമാനം മാത്രമേ നടക്കൂ. ഇത് ദൈവത്തിന്റെ ജോലിയാണ്. അവിടുന്ന് അതിനുള്ള വഴിയും കണ്ടെത്തും. നമ്മൾ നമ്മുടെ വ്രതവാഗ്ദാനങ്ങളിൽ മുറുകെ പിടിച്ചാൽ മതി. നമ്മുടെ സഭയ്ക്കിപ്പോൾ 50 വയസ്സായി. ഇക്കാലം അത്രയും പാവങ്ങളിൽ പാവങ്ങളായവർക്ക് പൂർണ്ണ മനസ്സോടെ സൗജന്യ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരേ ഒരു പ്രസ്ഥാനമായിരുന്നു എന്നോർക്കണം. ഈ പ്രതിജ്ഞ പാലിക്കുന്നിടത്തോളം നമ്മൾ സ്വയം ദരിദ്രരായി തുടരും. ഈ പ്രവർത്തനം തുടരുകയും ചെയ്യണം. അമ്മാ, അമ്മാ. ആരാണത്? ഒരു യാചകനാണ്. വരാൻ പറയൂ. പാവത്തിന് എന്തോ ആവശ്യം കാണും. കയറി വരൂ, അമ്മ വിളിക്കുന്നു. പറയൂ, എന്ത് വേണം? ആഹാരം, വസ്ത്രം, കിടക്കാൻ ഒരിടം, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. അമ്മയെ നേരിൽ കാണണം. ഈ തൃപ്പാദങ്ങളിൽ ചുംബിക്കണം. അതിലപ്പുറം എനിക്കൊരാവശ്യവുമില്ല. എന്താണിത്? അല്പം പണമാണ്. മകന് എന്താ ജോലി? പിച്ചതണ്ടലാണ്, യാചകവൃത്തി. ഈ പണം യാചിച്ചു കിട്ടിയതാണ്. അമ്മ ഇത് സ്വീകരിക്കണം. ഇല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനവും കിട്ടില്ല. ഞാനിത് സ്വീകരിച്ചാൽ മകനെ, നീ ഇന്ന് രാത്രി പട്ടിണി കിടക്കേണ്ടി വരും. സ്വീകരിച്ചില്ലെങ്കിൽ നിന്റെ മനസ്സ് വേദനിക്കും. മകനെ, അമ്മ ഇത് സ്വീകരിക്കുന്നു. എനിക്ക് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്നാൽ എല്ലാ പാരിതോഷികങ്ങളെക്കാളും എനിക്ക് വിലപ്പെട്ടതാണ് ഈ ദക്ഷിണ. ആയിരത്തി 1997 സെപ്റ്റംബർ 5 സെന്റ് പീറ്റർ കാവൽ നിൽക്കുന്ന സ്വർഗ കവാടത്തിലേക്ക് അന്ന് അഗതികളുടെ അമ്മ ധൈര്യപൂർവ്വം കയറിച്ചെന്നു. അവരോടൊപ്പം അനാഥരായ കുറേ മനുഷ്യാത്മാക്കൾ. ഇപ്രാവശ്യം ഒരു കാര്യത്തിൽ അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇനി ഒരിക്കലും താൻ തിരിച്ചു പോകാൻ സെന്റ് പീറ്റർ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്ന്. അമ്മ യാത്രയായി. നരബലി കൊണ്ടു കുരുതിയാടുന്ന രുധിരകാളിതൻ പുരാണഭൂമിയിൽ പരദേശത്തു നിന്നൊരു പിറാവു പോൽ പറന്നു വന്നതാം പരമസ്നേഹമേ. പരദേശത്തു നിന്നൊരു പിറാവു പോൽ പറന്നു വന്നതാം പരസ്നേഹമേ. പല നൂറ്റാണ്ടായി മകുടമോഹനത്തിൽ മരണശങ്കുലി മുഴങ്ങുമീ മണ്ണിൽ. ജനകനില്ലാതെ ജനനിയില്ലാതെ കുലവും ജാതിയും മതവുമില്ലാതെ തെരുവിൽ വാവിട്ടു കരയും ജീവനെ ഇരു കയ്യാൽ വാരിയെടുത്തു ചുംബിക്കും മഹാകാരുണ്യത്തിൻ മനുഷ്യരൂപമേ. ഒരു വെള്ളി വെളിച്ചത്തിൻ വിമല ജീവിതം വെറുമൊരു ചാരക്കഥയെന്നെണ്ണുന്ന തിമിരകാലത്തിനടിമയായ ഞാൻ നറും മുലപ്പാലിലലക്കിയ നിന്റെ തിരുവസ്ത്രത്തുമ്പിൽ നിണം പുരണ്ടൊരൻ കരം തുടച്ചോട്ടെ. തിരുവസ്ത്രത്തുമ്പിൽ
തുമ്പിൽ നിണം പുരണ്ടൊരൻ കരം തുടച്ചോട്ടെ. മഹാപരിത്യാഗം മറന്ന ഭാരതം മദർ തെരേസയെ മറക്കുമെങ്കിലും മദർ തെരേസയ്ക്കു മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം. മദർ തെരേസയ്ക്കു മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം. മദർ തെരേസയ്ക്കു മരണമുണ്ടെങ്കിൽ മരണമല്ലയോ മഹിത ജീവിതം.